ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക് നാറ്റോ എന്നുള്ള നിലയിൽ ഇതിനെ ആരും തന്നെ വലിയ രീതിയിൽ സീരിയസ് ആയിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 3 രാജ്യങ്ങളും കൂടി പേടിച്ചിട്ടാണോ വേറെ വഴിയില്ലാഞ്ഞിട്ടാണോ നമുക്കറിയില്ല, പക്ഷെ 3 പേരും കൂടി ഇപ്പോൾ ഒരു ഡിഫൻസ് ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ശരിക്കും ഇവിടെ തുർക്കിയുടെ റോള്, തുർക്കി നാറ്റോയിലെ അംഗമാണ്. നാറ്റോ മെമ്പറായിട്ടുള്ള ഒരു രാജ്യം നാറ്റോയുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു ഡിഫൻസ് പാക്റ്റിൽ പോയി സൈൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നാറ്റോ വിലയിരുത്തേണ്ടതാണ്. എനിവേ ഇപ്പം തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഈ ഡീൽ ഒപ്പുവെച്ചതിൽ പ്രധാനമായിട്ടും സൗദി അറേബ്യയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇത് വെറും പേപ്പർ ടൈഗർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ ടൈഗർ മാത്രമാണ്. കാരണം ഈ 3 രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ 3 പേരും ഒരുമിച്ച് വരും എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. അപ്പോൾ ഈ ഡീൽ ഏറ്റവും കൂടുതൽ ആവശ്യം സൗദി അറേബ്യയ്ക്കാണ് എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. തുർക്കി എന്തുകൊണ്ടാണ് ഈ പാക്റ്റിൽ സൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ, തുർക്കിയുടെ ആയുധങ്ങൾ കുറച്ച് സൗദി അറേബ്യയ്ക്ക് വിൽക്കാനുള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ എങ്ങനെയെങ്കിലും സൗദി അറേബ്യയെ ഒരു ഡിഫൻസ് ബയ്യറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തുർക്കിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് തുർക്കി ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് പാകിസ്ഥാനും തുർക്കിയും 2 രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഭാഗമാണ് തുർക്കി ഈ ഡിഫൻസ് ഡീലിൽ കൃത്യമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് വെച്ചോ, തുർക്കി ഇൻഡയറക്റ്റായിട്ട് ആയുധങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യും. അത് ഓൾറെഡി തന്നെ അവർ തെളിയിച്ച വിഷയമാണ്. ഇതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്തും തുർക്കിയുടെ ബൈരാക്തർ എന്ന് പറഞ്ഞ ഡ്രോൺ ഇന്ത്യക്കുള്ളിൽ കൃത്യമായിട്ട് ഇന്ത്യ ന്യൂട്രലൈസ് ചെയ്ത് അതിനെ ഇറക്കിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ള രീതിയിലാണ് ഇന്ത്യ അതിനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ ഇടപെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയ ഡീലിൽ തന്നെ സൗദി അറേബ്യ ഈ വിഷയം വ്യക്തമായി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ സൗദി അറേബ്യ ഇടപെടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്ന കരാറിൽ ആ സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻ തന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിന് സൗദി അറേബ്യയ്ക്ക് വേറൊരു റീസൺ കൂടിയുണ്ട്. ഇന്ത്യക്കെതിരെ സൗദി അറേബ്യയ്ക്ക് തിരിയാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, 6-ാം തീയതിയോടുകൂടി, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 6-ാം തീയതിയോടുകൂടി അമേരിക്ക സൗദി അറേബ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് കുറച്ചിരിക്കുകയാണ്. അഥവാ പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് നിർത്തിയിരിക്കുകയാണ്. ഒന്ന്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇപ്പുറത്ത് ഹൂത്തികൾ ബാബൽ മന്ദേബിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ യാൻപൂർ റീജിയനിൽ നിന്നും എണ്ണ കൊണ്ടുപോകാനും കഴിയുന്നില്ല. അപ്പം അങ്ങനെ സൗദി അറേബ്യ സ്ട്രക്കായിരിക്കുകയാണ്. അവരുടെ സപ്ലൈ ചെയിൻ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അതും ഒരു കാരണമാണ്. എന്നാലും അമേരിക്ക മനഃപൂർവ്വം സൗദി അറേബ്യയെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇനി സൗദി അറേബ്യയ്ക്കുള്ള 2 മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ചൈന, 2 ഇന്ത്യയാണ്. ഏറ്റവും വലിയ 2 മാർക്കറ്റുകളാണ്. കാരണം അമേരിക്കയ്ക്ക് വെനിസ്വേല എണ്ണ കൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, വെനിസ്വേലയുടെ എണ്ണ അമേരിക്കയുടെ ട്രഷറി വഴിയാണ് വിൽക്കുന്നത്, ഡോളറിലാണ് പേയ്മെൻറ്റ്. എന്നാൽ വെനിസ്വേലയ്ക്ക് തുച്ഛമായ പൈസ കൊടുത്താൽ മതി. സൗദി അറേബ്യയ്ക്കാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വെനിസ്വേല എണ്ണയാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ബില്യൺ കണക്കിന് എണ്ണ വിറ്റിട്ട് മില്യൺ കണക്കിന് ഡോളർ വെനിസ്വേലയ്ക്ക് കൊടുത്താൽ മതി. അതും പോരാഞ്ഞിട്ട് വെനിസ്വേലയ്ക്ക് ഏത് കാലഘട്ടത്തിൽ പണം കൊടുത്താലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള 2 ഗുണങ്ങൾ അമേരിക്കയ്ക്ക് വെനിസ്വേലയുടെ എണ്ണ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ മാർക്കറ്റുകളിൽ അമേരിക്ക പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വെനിസ്വേലയുടെ എണ്ണയാണ് ഇപ്പോൾ. അതുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് അതൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ എണ്ണ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും അമേരിക്ക നിർത്തിയ മട്ടാണ് കാണുന്നത്. ഇനി ഈ 3 രാജ്യങ്ങളും, തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ, 3 രാജ്യങ്ങളും കൂടി ചേർന്ന് ഒപ്പുവെച്ച ഒരു കരാർ ആസ് പെർ UN ആർട്ടിക്കിൾ 51 അനുസരിച്ച് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. 3 രാജ്യങ്ങളും കൂടി ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുടെ
ഒരു പ്രത്യേകതരം കൂട്ടായ്മ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യമനിലെ ഹൂത്തികൾ, ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട്, തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈ 3 പേരും കൂടി ചേർന്നിട്ട് ഈ ചെറിയൊരു ഹൂത്തികളുണ്ടല്ലോ, ഈ ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്തി ഇവർക്ക് ഹൂത്തികളെ ശക്തമായ രീതിയിൽ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ 3 പേരുടെ കൂട്ടായ്മയ്ക്കും ഒരു വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഒരു വില കിട്ടും. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ സൗദി അറേബ്യയ്ക്കുള്ളിൽ ഹൂത്തികൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ സൗദി ബാക്ക്ഡ് സുന്നി യമനി ഗ്രൂപ്പുകൾക്ക് നേരെ 13 ആക്രമണങ്ങളാണ് ഇന്നലെ ഹൂത്തികൾ നടത്തിയത്. നിരവധി പേര് ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. എന്നിട്ടും സൗദി അറേബ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല. സൗദി അറേബ്യയ്ക്ക് മേളിൽ നടത്തിയത് പ്രിയാംപ്റ്റീവ് സ്ട്രൈക്ക് ആണെന്നാണ് ഹൂത്തികൾ ആവർത്തിച്ച് പറയുന്നത്. സൗദി അറേബ്യയുടെ നജ്റാൻ എന്ന് പറഞ്ഞ ആ പ്രൊവിൻസിലാണ് ആക്രമണം നടത്തിയത്. വീണ്ടും ഹൂത്തികൾ അവിടേക്ക് ഇപ്പോൾ 2ാമത്തെ തവണയാണ് ഈ ആക്രമണം ആ സെയിം പ്രൊവിൻസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സൗദി അറേബ്യയ്ക്ക് പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഡിഫൻസ് പാക്റ്റിലൊക്കെ സൈൻ ചെയ്യാനേ സമയമുള്ളൂ. തിരിച്ചടിക്കാനുള്ള യാതൊരു മാർഗവും സൗദി അറേബ്യയ്ക്ക് ഇപ്പം നിലവിലില്ല. ശരിക്കും സൗദി അറേബ്യയുടെ ലെജിറ്റിമസി അഥവാ അവരുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പം വന്നിരിക്കുന്നത്. സൗദി ബാക്ക്ഡ് യമനി ഗ്രൂപ്പുകളുടെ മാരിബ് റീജിയൻ എന്ന് പറഞ്ഞ റീജിയനിലാണ് 13 ആക്രമണങ്ങൾ നടത്തിയത്. 13 ആക്രമണങ്ങൾ ശക്തമായി നടത്തിയിരിക്കുന്നത് ഹൂത്തികളുടെ ഗ്രൂപ്പ്. اليوم الجمعة الموافق 7 أغسطس الساعة 9 صباحا الحوثي يقوم باستهداف الأحياء المدنية المكتظة بالنازحين في محافظة مأرب. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ, അതായത് ഇപ്പം ആക്രമണം നടത്തി നിർത്തിയല്ലോ, 1 more week, ഒരാഴ്ച ആയിട്ടുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് 60 ഇറാനിയൻ കപ്പലുകളെ തടഞ്ഞിട്ടുണ്ട് അമേരിക്ക. ഒമാൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ റൂട്ട് മാപ്പ്, അമേരിക്ക പറഞ്ഞിരിക്കുന്നത് റൂട്ട് മാപ്പൊക്കെ ഓക്കെയാണ്, പക്ഷേ നോ അഡീഷണൽ ഫീസ് അല്ലെങ്കിൽ സർവീസ് ചാർജ്, ഇതൊന്നും തന്നെ ഈടാക്കാൻ പാടില്ല എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പഴയതുപോലെ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ഇറാൻ, ഒമാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ സൈൻ ചെയ്യുന്നത് പേപ്പറിൽ മാത്രമാണ്. ഹോർമോസിലൂടെ കപ്പലുകൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സൗദി അറേബ്യയ്ക്ക് മേൽ ഉൾപ്പെടെ ഇറാന്റെ സൈഡിൽ നിന്നും ഭീഷണിയുണ്ട്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുജിത്താബ ഖൊമനേയി വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. 2 മാധ്യമങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക് ആയിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നില്ല. പക്ഷേ മുജിത്താബ ഖൊമനേയി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗാസയ്ക്കുള്ളിൽ മൊറോക്കൻ ട്രൂപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നുള്ള പേരിൽ ഗാസയ്ക്കുള്ളിൽ അമേരിക്ക മൊറോക്കൻ ട്രൂപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഗാസയ്ക്കുള്ളിൽ ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അക്കോമഡേഷൻ കൺസ്ട്രക്ഷൻ അത് അമേരിക്ക സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രോജക്റ്റ് അമേരിക്ക പൂർണ്ണമായിട്ടും നടപ്പിലാക്കും. അമേരിക്ക തന്നെയായിരിക്കും അതിൻ്റെ സിവിൽ കൺസ്ട്രക്ഷൻ മേഖലകളിൽ സൂപ്പർവൈസിങ് നടത്തുന്നത്. അപ്പോൾ അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് വെൽ അക്കോമഡേഷൻ സെറ്റാക്കി അവിടേക്ക് ഗാസയിലേക്കുള്ള ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ കൊണ്ടുവരുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. മൊറോക്കോ വരാൻ തയ്യാറാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ കൺസെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപും തമ്മിൽ ഈ വിഷയത്തിൽ തർക്കം നിലനിൽക്കുകയാണ്. ട്രംപ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഗാസ പീസ് അക്കോർഡ് ഫേസ് 2 അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഈ പ്രവൃത്തി ഗാസയ്ക്കുള്ളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹമാസിൻ്റെ ഡിസാർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഗാസയ്ക്കുള്ളിലുള്ള ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ ടണൽ പോകുന്നുണ്ട്, വലിയൊരു ടണൽ. അത് കണ്ടെത്തിയിട്ടുണ്ട് IDF ട്രൂപ്പ്. ഗാസയ്ക്കുള്ളിൽ ഇനിയും നിരവധി ഏരിയകളിൽ ടണലുകളുണ്ട്, അതെല്ലാം തന്നെ ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ ഇസ്രായേൽ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സിവിയർ ആയിട്ടുള്ള ഓപ്പറേഷന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് മൊറോക്കൻ ട്രൂപ്പിനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 2 ഡയറക്ഷനിലാണ് യാത്ര ചെയ്യുന്നത്. ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിലും ആക്രമണങ്ങൾ തുടരുകയാണ്. കണ്ടിന്യൂ ഓപ്പറേഷൻ തുടർച്ചയായിട്ട് നടത്തുകയാണ് ലെബനൻ്റെ ഉള്ളിൽ.
അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റും വാൾ സ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയ്ക്ക് കുറച്ച് ഹൈപ്പ് കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ വെപ്പൺ ഷോർട്ടേജ് റഷ്യ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ ഇപ്പം നിലവിൽ ഇൻ്റർസെപ്റ്റേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരെ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളതായിട്ടാണ് ഈ രണ്ട് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് കാർക്കീവ് റീജിയനിലും ഡിനിപ്രോ റീജിയനിലൊക്കെ അറ്റാക്കുകൾ തുടരുകയാണ്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ലെനിൻഗ്രാഡ് അതേപോലെ തന്നെ കാലിൻഗ്രാഡ് എന്ന് പറഞ്ഞ റഷ്യയിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു റഷ്യയുടെ പ്രൊവിൻസാണത്. ഫിൻലാൻഡിൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടേക്ക് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള റഷ്യയുടെ ഒരു ലോജിസ്റ്റിക് ഹബ്ബ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ അടുത്ത് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് ട്രംപ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, ദിസ് ഇസ് നോട്ട് മൈ വാർ, ദിസ് ഇസ് ബൈഡൻസ് വാർ എന്നാണ് ട്രംപ് ഉത്തരം നൽകുന്നത്. ബൈഡൻ തുടങ്ങി വെച്ച യുദ്ധവുമായിട്ട് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുപോലെ ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക നേട്ടം കൈവരിച്ചിട്ടുണ്ട്. റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യക്കുള്ളിൽ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുണ്ട്. റോക്കറ്റ് എഞ്ചിൻ പൂർണ്ണമായിട്ടും നമ്മൾ ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. പലപ്പോഴും പല സ്പെയർ പാർട്സുകളായിക്കോട്ടെ, പല മൊഡ്യൂളുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ ഫോറിനിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഫുൾ ആൻഡ് ഫുൾ ഒരു റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും റോക്കറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ആ ഒരു എലൈറ്റ് ക്ലബ്ബിൽ കയറി പറ്റിയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ EV ഇലക്ട്രിക് വാഹനങ്ങൾ അതിൻ്റെ എഫിഷ്യൻസി വളരെ ഹൈ ആണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 100 വാട്ടിൽ തന്നെ കൂടുതൽ മൈലേജ് കിട്ടുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ഇന്ത്യ പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വെൽക്കമിങ് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചൈന നമ്മളെക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. ഇന്ത്യക്കുള്ളിൽ 2030 80% 2 വീലേഴ്സ് ഇലക്ട്രിക് ബൈക്കുകളായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പരമാവധി 2030 തന്നെ ആ ടാർഗറ്റ് ഇന്ത്യ അച്ചീവ് ചെയ്യും. അതായത് മാക്സിമം മെജോറിറ്റി 2 വീലേഴ്സ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ EV മാർക്കറ്റ് ഇൻ ഇന്ത്യ റെസ്പോണ്ട് പോസിറ്റീവ്ലി, അതാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.